ഈ അടുത്തേ നമ്മുടെ ശശി തരൂറിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയേട്ടാ. ബ്രൂട്ട് എന്നെന്തോ പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലാണ് ഞാൻ ആ ഒരു ഇന്റർവ്യൂ കണ്ടത്. ഒരു മലയാളി പയ്യനാണ് ഇന്റർവ്യൂ ചെയ്തത്, പക്ഷേ ഇന്റർവ്യൂ കംപ്ലീറ്റ് ഇംഗ്ലീഷിലായിരുന്നു. ഒബ്വിയസ്ലി ശശി തരൂറിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കുറേ പുതിയ വാക്കുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വെറൈറ്റി ആയിട്ടുള്ള വാക്കുകൾ അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കാം, നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ. കാരണം ആ വീഡിയോ എല്ലാവരും കാണണമെന്നില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ പഠിച്ചു വെച്ചോ. നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കിടിലൻ വാക്കുകളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കട്ടോ, ഈ പുള്ളിക്കാരൻ ഇന്റർവ്യൂ ചെയ്യുന്ന പുള്ളിക്കാരൻ ശശി തരൂരിനോട് ചോദിക്കുന്നതാണ്, ആർ യു എ സ്നാക്കർ? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്താണ് ഈ സ്നാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. സ്നാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കല്ല സ്നാക്കർ. സ്നാക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ടീ സ്നാക്സ് എന്നൊക്കെ നമ്മൾ പല ഹോട്ടലുകളിലൊക്കെ ബോർഡ് വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്നാക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാൻ ടൈമില്ലാത്ത ഒരാൾ കൈ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറയില്ലേ. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് കഴിക്കും, അത് പോവാം. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ഫുഡ് കഴിക്കാൻ ടൈം കണ്ടെത്തിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരാൾ ആണോ എന്ന് ചോദിക്കുകയാണ്. അതായത് അങ്ങനെ കഴിക്കാത്ത ഒരാളാണോ? ആർ യു എ സ്നാക്കർ? നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ സമയം കിട്ടാത്തൊരു വ്യക്തിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് കേട്ടോ. എന്ത്? ഐം നോട്ട് ടെറിബിളി സ്നാക്കി എന്ന് പറയുന്നുണ്ട്. അതായത് ഞാനൊരു ടെറിബിളി സ്നാക്കി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്തരത്തിൽ അങ്ങനെ ഫുഡ് എന്താ പറയുക ടൈം കിട്ടാതെ കഴിക്കാത്ത ഒരാളല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. എന്തെങ്കിലും കിട്ടുമ്പോൾ കഴിക്കുക എന്നുള്ളൊരു സങ്കല്പത്തിലുള്ള ഒരാളല്ല. ടെറിബിളി സ്നാക്കി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ടെറിബിൾ, ഈ ടെറിബിൾ എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും തോന്നും ടെറിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ശരിക്കും ചില ആളുകൾ സോറി പറയുന്ന സാഹചര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം, ഐം ടെറിബിളി സോറി. അപ്പോൾ എന്താണ് ഈ ടെറിബിളി സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടെറിബിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള, അതായത് നമ്മൾ ഒരാളോട് പോയിട്ട് സോറി പറയാൻ കേട്ടോ. അപ്പം നമുക്ക് അവനോട് എനിക്ക് വലിയ വിഷമമുണ്ട് ഞാനത് ചെയ്തതിൽ, എനിക്ക് ചെയ്തതിൽ വിഷമമുണ്ടോ എന്ന് പറയുന്നതും ഞാനത് ചെയ്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ എന്ന് പറയുന്നതും രണ്ടിനും രണ്ട് ഫീലിംഗ് ആണ് അല്ലേ. മറ്റേ നമ്മൾ പോയിട്ട് സോറി കേട്ടോ ഞാനത് ചെയ്ത് ശരിയായില്ലാന്ന് എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ഞാനത് ചെയ്തതിൽ സോറി കേട്ടോ എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട് അല്ലേ. കുറച്ചുകൂടി ഉള്ളിൽ നിന്ന് വരുന്നൊരു ഫീല് പോലെ തോന്നും. അപ്പോൾ ഈ ടെറിബിളി സ്നാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആളല്ല. ഞാൻ അത്യാവശ്യം ഭക്ഷണമൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കുന്ന ഒരാളാണെന്നാണ് മൂപ്പർ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 വാക്കുകളാണ് പഠിച്ചിട്ടുള്ളത്. എന്ത്? സ്നാക്കർ പഠിച്ചു, ടെറിബിൾ പഠിച്ചു അല്ലെ. ഇനി ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, മൂന്നാമത്തെ ഒരു വാക്ക്. അപ്പൊ ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നതിനിടെ നിങ്ങൾക്ക് എന്ത് ഭക്ഷണമൊക്കെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ ശശി തരൂർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എന്താ പറയാ, ഐ എം ഇഡ്ലി ഫനാറ്റിക് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂർ, ഈ ഫനാറ്റിക് എന്ന് പറഞ്ഞ ഒരു വാക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഇഡ്ലി ഫനാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇഡ്ലിയുടെ ആരാധകനാണെന്ന് പറയില്ലേ ചില ആളുകൾ. പറയില്ലേ എന്താ വിശന്ന് കഴിഞ്ഞാൽ എന്താ കഴിക്കുക? വിശന്ന് കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫും. അവർക്ക് പൊറോട്ടയും ബീഫും എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല ഭയങ്കര വിശപ്പുള്ള സമയത്ത്. അപ്പോൾ അവർ പൊറോട്ടയുടെ ഒരു ആരാധകനാണെന്ന് പറയില്ലേ. ഫനാറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അത് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ഫനാറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് അവർ മത അന്ധത എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതായത് മത അന്ധത എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആ മതത്തിനെ മാത്രം നമ്മൾ വിശ്വസിക്കുന്നു, മറ്റുള്ള മതങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ മത അന്ധത ബാധിച്ച ആളുകളെന്നൊക്കെ നമ്മൾ റേഡിയോയിലോ അല്ലെങ്കിൽ ടിവിയിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ശരി, അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, ബാക്കിയുള്ള എല്ലാവരും അതന്നെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ആളുകൾ തന്നെയാണ് അങ്ങനെ പറയാട്ടോ, മതാന്ധത ബാധിച്ച ആളുകൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഫനാറ്റിക് എന്ന് പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥം അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ വാക്ക് മാത്രമായിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മതാന്ധത എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇവിടെ പറയുന്നത് ഇഡ്ലി ഫനാറ്റിക് എന്നാണ് പറയുന്നത്. ഇഡ്ലി ഫനാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് ഇഡ്ലിയോട് മൂപ്പർക്ക് അതിയായ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അത് ഇഡ്ലി എന്ന് പറഞ്ഞൊരു സംഭവം, ആ മൂപ്പർക്ക് ഇഡ്ലി വിട്ട് വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്ന് പറയില്ലേ. അപ്പോൾ രാവിലെ ഒരു 6, 8, 10 ഇഡ്ലിയൊക്കെ മൂപ്പർക്ക് കഴിക്കുന്നതാണ് ശശി തരൂർ പറഞ്ഞത് കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ലി, അല്ലാതെ ഇഡ്ലി അല്ലാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അത് തീരെ ശരിയാവില്ല. ഞാനൊക്കെ ചെറുപ്പം തൊട്ട് വളർന്നു വന്ന ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ രാവിലെ തന്നെ കഞ്ഞിയാണ്. നമ്മൾ കഞ്ഞിയാണ് നല്ല ഉദ്ദേശിച്ചത്. രാവിലെ തന്നെ ആക്ച്വലി ഞങ്ങൾ കഞ്ഞിയാണ് കുടിക്കുക, കഞ്ഞിയും അച്ചാറും. അപ്പോൾ
പല ആളുകളും ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ എങ്ങനെ കഞ്ഞി കുടിക്കുക. പക്ഷെ രാവിലെ കഞ്ഞിക്ക് പകരം ഉദാഹരണം പറയട്ടോ, ഞാനായാലും എൻ്റെ മക്കളായാലൊക്കെ രാവിലെ തന്നെ കഞ്ഞിയാണ് കുടിക്കുന്നത്. ഈ രാവിലെ കഞ്ഞിക്ക് പകരം ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം? ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കും. പക്ഷെ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഉച്ച വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് എത്ര പേരുണ്ടെന്ന് അറിയില്ല. തൃശ്ശൂർ നമ്മൾ കുറേ പേരെ കണ്ടിട്ടുണ്ട്. രാവിലെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയാലും അതെ, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ തന്നെ കഞ്ഞി കുടിച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് പോവുക. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഹെവി ആയിരിക്കണം എന്നാണല്ലോ പറയാം. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു കഞ്ഞി ഫനാറ്റിക്കാണ്. മറ്റേ ശശി തരൂർ ഇഡ്ഡലി ഫനാറ്റിക് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഒരു കഞ്ഞി ഫനാറ്റിക്കിൻ്റെ ആൾക്കാരാണ്. കഞ്ഞി ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറഞ്ഞാൽ കഞ്ഞി അല്ലാതെ വേറെ ഓപ്ഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല എന്ന് പറയില്ലേ. അപ്പോൾ 3 വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ? സ്നാക്കർ, ടെറിബിൾ അല്ലെങ്കിൽ ടെറിബിളി, പിന്നെ അടുത്തത് ഫനാറ്റിക്. ഈ 3 വാക്കുകൾ നമുക്ക് ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ വാക്കുകളാണ് അല്ലേ? നിങ്ങൾക്ക് എന്തുവേണേ പറയാം. ആമേ ബിരിയാണി ഫനാറ്റിക്, ആമേ പൊറോട്ട ഫനാറ്റിക്, ആമേ ബീഫ് ഫനാറ്റിക്, അങ്ങനെ എന്ത് വേണേൽ പറയാം. അപ്പോൾ നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെന്ന് അർത്ഥം അല്ലേ? ഞാനൊരു സ്നാക്കിയാടോ. അവൻ സ്നാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിങ്ങനെ ഇടയ്ക്കൊക്കെ തിന്നുന്നല്ലാതെ പ്രോപ്പറായിട്ടൊന്നും ഭക്ഷണം കഴിക്കുന്ന ആളല്ലടോ. അല്ലെങ്കിൽ പറയാം നോട്ട് ടെറിബിളി സ്നാക്കി, അതായത് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ചോദിക്കാൻ ഇവിടെ ആർ യു എ സ്നാക്കർ? അവനക്ക് വലിയ ഐഡിയ കിട്ടൂലെങ്കിലും നമ്മളൊരു സംഭവം തോന്നും അല്ലേ? അതായത് ആ സ്നാക്കർ എന്നുള്ള വാക്കൊക്കെ നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം അല്ല. ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.